എത്ര പേർക്ക് കണ്ണട അഥവാ സ്പെക്സ് ഉണ്ട്? ഉള്ളവർക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്തായാലും ഉപകാരപ്പെടും. ഞാൻ 4ാം ക്ലാസ് തൊട്ട് വെച്ചു തുടങ്ങിയതാണ് ഈ സാധനം. സോ യു നോ ഐ ഹാവ് എ കളക്ഷൻ ഓഫ് കണ്ണടകൾ ബൈ ദ വേ. ഈ ഇടയ്ക്ക് മാറുന്ന ട്രെൻഡും ഫാഷനും ഒക്കെ നോക്കി ഈ ലെൻസ് കാർഡ് 1-on-1 ഓഫറും കണ്ട് കണ്ണു മഞ്ഞളിച്ച് വലിയ വില കൊടുത്ത് ഞാനും വാങ്ങി ലിമിറ്റഡ് എഡിഷൻ 2 കണ്ണടകൾ വാങ്ങി. 2ാമത്തെ ദിവസം തന്നെ ഒരെണ്ണത്തിന്റെ കാല് ഞാൻ തന്നെ വെച്ചു. ക്ലംസി മീ സാറ്റ് ഓൺ ഇറ്റ് ബ്രോ. ആൻഡ് ഐ നോ എ ലോട്ട് ഓഫ് കണ്ണട വെക്കുന്ന ഫ്രണ്ട്സ് ക്യാൻ റിലേറ്റ് ടു മീ. കണ്ണട വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ കാണാനാണ്? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ലെൻസ് കാർഡൊക്കെ എന്നെ പോലെ ഉള്ളവരെ മാത്രം ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് ഈ ഓഫേഴ്സ് ഒക്കെ ഇറക്കിയത്. ഓക്കെ, പിന്നെ ഞാൻ ആശ്വസിച്ചു. ബിക്കോസ് ഒരെണ്ണല്ലേ പോയുള്ളൂ, മറ്റൊരെണ്ണം ഉണ്ടല്ലോ. അതാണ് ഇത്, ട്രെൻഡി ബിഗ് ചങ്കി ഫ്രെയിം. അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ ഭൂതക്കണ്ണാടി. ഇപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അതോ എന്റെ മറവിരോഗം കൂടിയിട്ടാണോ അതും ഞാൻ എവിടെയോ വെച്ച് മറന്നു. പിന്നെ തപ്പി പിടിച്ച് പഴയ കണ്ണാട നോക്കിയപ്പോഴാണ് ഈ കാലൊടിഞ്ഞ കണ്ണാടയെ പറ്റി ഞാൻ ഓർത്തത്. അപ്പൊ തന്നെ അതുമായിട്ട് ഞാൻ ലെൻസ് കാർട്ടിലേക്ക് അങ്ങ് പോയി. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കണല്ലോ. പക്ഷെ ഈ പാമ്പ് വിഷം ഇറക്കാൻ ചോദിച്ച കാശിന് എനിക്ക് വേറെ 2 പുതിയ കണ്ണടകളാണ്. അപ്പൊ തന്നെ മൊത്തം മൂട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ പോട്ടെ, ഏതെങ്കിലും ചെറിയ പാമ്പിനോട് സഹായം ചോദിക്കാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മുതൽ 10-12 കടകൾ കയറി ഇറങ്ങി. എല്ലാവരും പറഞ്ഞു ഇത് ശരിയാവില്ല ചേച്ചി, ഒന്നാണെങ്കിൽ കണ്ണട മാറ്റണം, അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിം മാറ്റണം, അല്ലെങ്കിൽ ഈ കണ്ണടയുടെ ഗ്ലാസ് നമുക്ക് കട്ട് ചെയ്ത് വേറെ ഫ്രെയിം വെച്ച് ആൻഡ് എ ലോട്ട് ഓഫ് അതർ ഷിറ്റ്. അങ്ങനെ ഞാൻ മടുത്ത് കിളി പോയ എൻ്റെ മുഖം കണ്ട് ലാസ്റ്റ് കയറിയ ആ കടയിൽ ഒരു പാവം അങ്കിള് എന്നോട് ആ സത്യം പറഞ്ഞു ഗൈസ്.